നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് DBMSനകത്തെ ഫെയിലിയർ ക്ലാസിഫിക്കേഷൻ ആണ്. അതായത് ഡേറ്റാബേസിനകത്ത് ട്രാൻസാക്ഷൻസ് ഒക്കെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഫെയിലിയർ ക്ലാസിഫിക്കേഷനെ പറ്റിയാണ് പറയാൻ വേണ്ടി പോകുന്നത്. There are various types of failure that may occur in a system, each of which needs to be dealt with in a different manner. അതായത് പല രീതിയിലുള്ള ഫെയിലിയേഴ്സ് ഉണ്ടാകാം അല്ലേ? എന്തെങ്കിലും ഡിസാസ്റ്ററോ അല്ലെങ്കിൽ ഫ്ലഡിങ്ങോ അല്ലെങ്കിൽ ഫയറോ അല്ലെങ്കിൽ സിസ്റ്റത്തിന് എന്തെങ്കിലും സംഭവിക്കുകയോ സിസ്റ്റം ക്രാഷോ അല്ലെങ്കിൽ ഹാർഡ്വെയർ ക്രാഷോ അങ്ങനെ പലതരത്തിലുള്ള ഫെയിലിയർ ഉണ്ടാകാം. അപ്പം മെയിൻ ആയിട്ടുള്ള ഫെയിലിയറിനെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഫെയിലിയേഴ്സ് ആണ് ഒന്നാമത്തെ ട്രാൻസാക്ഷൻ ഫെയിലിയർ, രണ്ടാമത്തത് സിസ്റ്റം ക്രാഷ്, മൂന്നാമത്തത് ഡിസ്ക് ഫെയിലിയർ. അങ്ങനെ 3 ടൈപ്സ് ഫെയിലിയർ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒന്നാമത്താണ് നമ്മുടെ ട്രാൻസാക്ഷൻ ഫെയിലിയർ എന്ന് പറയുന്നത്. ട്രാൻസാക്ഷൻ ഫെയിലിയറിനെ തന്നെ നമ്മൾ 2 രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ലോജിക്കൽ എറർ എന്നും സിസ്റ്റം എറർ എന്നും. ട്രാൻസാക്ഷൻ ഫെയിലിയർ എന്ന് പറയുമ്പോൾ പേരിനകത്ത് തന്നെ ഉണ്ട്, എന്താണ്, ഒരു ട്രാൻസാക്ഷൻ അതിന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്, ഒരു സിറ്റുവേഷൻ ആണ് ട്രാൻസാക്ഷൻ ഫെയിലിയർ എന്ന് പറയുന്നത്. ഇപ്പൊ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു, ലോജിക്കൽ എറർ എന്നും സിസ്റ്റം എറർ എന്നും. ഫസ്റ്റ് വൺ ആണ് ലോജിക്കൽ എറർ. The transaction can no longer continue with its normal execution because of some internal conditions such as bad input, data not found, overflow or resource limit exceeded. ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഏതെങ്കിലും എറേഴ്സ് ആണ് സംഭവിക്കുന്നതെങ്കിൽ നമുക്കതിനെ ട്രാൻസാക്ഷൻ ഫെയിലിയറിനകത്തെ ലോജിക്കൽ എറർ എന്ന് പറയാം. അതായത് ട്രാൻസാക്ഷനകത്ത് തന്നെ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടാവുകയാണ്, ട്രാൻസാക്ഷനകത്ത് എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റുകൾക്ക് ഉണ്ടാകുന്ന മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ ഡേറ്റ നോട്ട് ഫൗണ്ട് അങ്ങനെയുള്ള ട്രാൻസാക്ഷനകത്ത് തന്നെ സ്റ്റേറ്റ്മെന്റുകൾക്ക് ഉണ്ടാകുന്ന എറേഴ്സ് ആണ് ലോജിക്കൽ എറർ എന്ന് പറയുന്നത്. ഇനി ട്രാൻസാക്ഷൻ ഫെയിലിയറിനകത്ത് രണ്ടാമത്തതാണ് സിസ്റ്റം എറർ എന്ന് പറയുന്നത്. The system has entered an undesirable state or deadlock, as a result of which a transaction cannot continue with its normal execution. The transaction, however, can be re-executed at a later time. സിസ്റ്റം എറർ എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സിസ്റ്റത്തിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, അതായത് ഡെഡ് ലോക്ക് പോലെയൊക്കെയുള്ള സ്റ്റേറ്റിലോട്ട് വരികയാണെങ്കിൽ ആ ട്രാൻസാക്ഷൻ അതിന്റെ എക്സിക്യൂഷന് റോൾ ബാക്ക് ചെയ്തു പോകും അല്ലെങ്കിൽ അബോർട്ട് ചെയ്തു പോകും. കുറച്ച് സമയം കഴിയുമ്പോൾ വീണ്ടും റീ എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ സിസ്റ്റത്തിന് ഉണ്ടാവുന്ന എറേഴ്സ് മൂലം ട്രാൻസാക്ഷൻ ഫെയിലിയർ ആവുകയാണെങ്കിൽ നമുക്കതിനെ സിസ്റ്റം എറർ എന്ന് പറയാം. ഇനി നമ്മുടെ രണ്ടാമത്തെ ടൈപ്പ് ഫെയിലിയർ ആണ് സിസ്റ്റം ക്രാഷ് എന്ന് പറയുന്നത്. There is a hardware malfunction or a bug in the database software or the operating system that causes the loss of the content of volatile storage and brings transaction processing to halt. The content of non-volatile storage remains intact and it is not corrupted. അതായത് സിസ്റ്റം ക്രാഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിന്റെ സോഫ്റ്റ്വെയറിന് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എന്തെങ്കിലും വൈറസ് അഫക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മാൽ ഫംഗ്ഷൻ അഫക്ട് ചെയ്യുകയോ ചെയ്താൽ നമ്മുടെ സിസ്റ്റത്തിന്റെ എക്സിക്യൂഷനെ അതിന് ബാധിക്കും. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന എറേഴ്സ് മൂലം നമ്മുടെ ട്രാൻസാക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാതിരിക്കാം. അപ്പൊ അതിനെയാണ് സിസ്റ്റം ക്രാഷ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സിസ്റ്റം ക്രാഷ് ഒരിക്കലും നമ്മുടെ നോൺ വോളറ്റൈൽ സ്റ്റോറേജിനകത്തെ കണ്ടന്റിനെ അഫക്ട് ചെയ്യുന്നില്ല, വോളറ്റൈൽ സ്റ്റോറേജിനകത്തെ കണ്ടന്റിനെയാണ് അഫക്ട് ചെയ്യുന്നത്. അതായത് CPU-യുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന മെമ്മറിക്കകത്തെ കണ്ടന്റുകളാണ് ലോസ് ആയിട്ട് പോകുന്നത്. നോൺ വോളറ്റൈൽ അല്ലെങ്കിൽ ഡിസ്കിനകത്തെ ഡേറ്റകൾ ഒരിക്കലും ലോസ് ആയിട്ട് പോകുന്നില്ല. The assumption that hardware errors and bugs in the software bring the system to a halt but do not corrupt the non-volatile storage contents is known as the fail-stop assumption. അപ്പം നമ്മൾ ഇങ്ങനെ, അതായത് നമ്മുടെ CPU-യുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന വോളറ്റൈൽ മെമ്മറിയിലെ കണ്ടന്റ് എന്തെങ്കിലും സിസ്റ്റം ക്രാഷ് മൂലം നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ നോൺ വോളറ്റൈലിനകത്തെ കണ്ടന്റ് നഷ്ടപ്പെട്ടു പോകുന്നില്ല. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പറയുന്നതാണ് ഫെയിൽ സ്റ്റോപ്പ് അസംഷൻ എന്ന്. വോളറ്റൈലിന് എന്തെങ്കിലും സംഭവിച്ചാലും നോൺ വോളറ്റൈലിനകത്തെ കണ്ടന്റുകൾ ലോസ് ആയിട്ട് പോകുന്നില്ല. അതിന് നമ്മൾ പറയുന്ന ഒരു പേരാണ് ഫെയിൽ സ്റ്റോപ്പ് അസംഷൻ. നമ്മുടെ മൂന്നാമത്തെ ടൈപ്പ് ഫെയിലിയർ ആണ് ഡിസ്ക് ഫെയിലിയർ എന്ന് പറയുന്നത്. എ ഡിസ്ക് ബ്ലോക്ക് ലോസസ് കണ്ടന്റ് as a result of either a head crash or failure during a data transfer operation. Copies of the data on other disk or archival backups on tertiary media such as DVD or tapes are used to recover from the failure. നമുക്കറിയാം, നമ്മുടെ ഡേറ്റാബേസിനകത്തെ കണ്ടന്റുകൾ നമ്മൾ പെർമനന്റ് ആയിട്ട് എപ്പോഴും കീപ്പ് ചെയ്യുന്നത് എവിടെയാണ്? ഡിസ്കിനകത്താണ് അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റേതെങ്കിലും പെർമനന്റ് സ്റ്റോറേജ് സ്പേസിനകത്താണ്.
അപ്പോൾ ഡിസ്കിന് എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടായാൽ, അതായത് ഡിസ്കിന്റെ ഹെഡ് ക്രാഷോ അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിസ്കിനകത്ത് ഡേറ്റ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും? ആ ഡിസ്കിനകത്ത് ഡേറ്റകൾ പോവുകയും ചെയ്യും. അതേസമയം നമ്മൾ ആ ഡിസ്കിനകത്തെ ഡേറ്റകൾ മറ്റൊരു CD-ലോട്ടോ അല്ലെങ്കിൽ മറ്റൊരു ഡിസ്കിലോട്ടോ ഒക്കെ ബാക്കപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഫെയിലിയർ ഉണ്ടായാലും റിക്കവർ ചെയ്യാന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് 3 ടൈപ്പിലുള്ള ഫെയിലിയേഴ്സ്: ട്രാൻസാക്ഷൻ ഫെയിലിയർ, സിസ്റ്റം ക്രാഷ് ആൻഡ് ഡിസ്ക് ഫെയിലിയർ. ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്റ്റോറേജ് സ്ട്രക്ചറിനെ പറ്റിയാണ്. അതായത് DBMSനകത്ത് പലതരത്തിലുള്ള സ്റ്റോറേജ് മീഡിയം യൂസ് ചെയ്തിട്ടാണ് ഈ ഡേറ്റ ഐറ്റംസിനെ എല്ലാം സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ള കാര്യമാണ് ഇനി പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. To understand how to ensure the atomicity and durability properties of a transaction, we must gain a better understanding of how the various data items in the database may be stored and accessed. അതായത് ട്രാൻസാക്ഷന്റെ 2 പ്രോപ്പർട്ടീസ് ആണ് അറ്റോമിസിറ്റിയും ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത്. അറ്റോമിസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഐദർ പെർഫോം എ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ഓർ നൺ. അതായത് ഒരു ട്രാൻസാക്ഷൻ ഒന്നെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാനേ പാടില്ല. ഇതിനിടയ്ക്ക് വെച്ചൊരു ഇന്റർമീഡിയറ്റ് ഫേസ് അവിടെ ഉണ്ടാവരുത്. അതുപോലെ തന്നെ ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ചസ് ആർ പെർമനന്റ്. അതായത് ഒരു ട്രാൻസാക്ഷൻ വരുത്തുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് പെർമനന്റ് ആയിരിക്കണം ഡേറ്റാബേസിനകത്ത് എന്ന് പറഞ്ഞാൽ. അല്ലാതെ പകുതി സേവ് ചെയ്തു പകുതി സേവ് ചെയ്യാത്തൊരവസ്ഥ ഉണ്ടാവരുത്. അപ്പൊ ഈ 2 കൺസെപ്റ്റുകൾ നമുക്ക് എൻഷുർ ചെയ്യണമെങ്കിൽ നമ്മളെ ഡേറ്റാബേസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റോറേജ് സ്ട്രക്ചറിനെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് ഡേറ്റ ഐറ്റംസ് സ്റ്റോർ ചെയ്യുന്നത്, എങ്ങനെയാണ് അവയെ ആക്സസ് ചെയ്യുന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. നമ്മൾ മെയിൻ ആയിട്ടും 3 ടൈപ്സ് ഓഫ് സ്റ്റോറേജ് സ്ട്രക്ചർ ആണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ആണ് വോളറ്റൈൽ സ്റ്റോറേജ്, സെക്കൻഡ് വൺ നോൺ വോളറ്റൈൽ സ്റ്റോറേജ്, തേർഡ് വൺ എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ സ്റ്റോറേജ്. അപ്പൊ വോളറ്റൈലും നോൺ വോളറ്റൈലും നിങ്ങൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. സ്റ്റേബിൾ ആണ് നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ നോക്കാം, വോളറ്റൈൽ സ്റ്റോറേജ്. Information residing in volatile storage does not usually survive system crashes. Examples of such storage are main memory and cache memory. Access to volatile storage is extremely fast, both because of the speed of the memory access itself and because it is possible to access any data item in the volatile storage directly. ഇവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് CPU-വുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന മെമ്മറിയാണ് വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മെയിൻ മെമ്മറിയും ക്യാഷ് മെമ്മറിയുമാണ് വോളറ്റൈൽ സ്റ്റോറേജിന് എക്സാമ്പിൾ ആയിട്ടുള്ളത്. അപ്പൊ എന്തെങ്കിലും ഒരു സിസ്റ്റം ക്രാഷുകളോ അല്ലെങ്കിൽ ഫെയിലിയറോ ഉണ്ടായാൽ ആദ്യമേ തന്നെ ലോസ് ആവുന്ന ഡേറ്റ എന്ന് പറഞ്ഞാൽ ഈ വോളറ്റൈൽ സ്റ്റോറേജിനകത്തെ ഡേറ്റ ആയിരിക്കും ലോസ് ആയി പോകുന്നത്. അതേസമയം മറ്റ് സ്റ്റോറേജുകളെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ വോളറ്റൈൽ സ്റ്റോറേജിന് സ്പീഡ് കൂടുതലാണ്. അതായത് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ഡേറ്റകളെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അത് ഇതിന്റെ ഒരു ഫീച്ചറാണ്. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് നോൺ വോളറ്റൈൽ സ്റ്റോറേജ് എന്ന് പറയുന്നത്. Information residing in non-volatile storage survives system crashes. Examples of non-volatile storage include secondary storage devices such as magnetic disk and flash storage used for online storage, and tertiary storage devices such as optical media and magnetic tapes used for archival storage. Non-volatile storage is slower than volatile storage, particularly for random access. ഇപ്പൊ നോൺ വോളറ്റൈൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേറ്റാബേസിനകത്തെ ഡേറ്റകളെ നമുക്ക് പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ നോൺ വോളറ്റൈൽ സ്റ്റോറേജ് മീഡിയം യൂസ് ചെയ്യുന്നത്. ഇതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ഹാർഡ് ഡിസ്ക്, മാഗ്നറ്റിക് ഡിസ്ക്, അല്ലെങ്കിൽ ഫ്ലാഷ് സ്റ്റോറേജ്, അല്ലെങ്കിൽ CD, DVD, അല്ലെങ്കിൽ മാഗ്നറ്റിക് ടേപ്പ്, ഇതുപോലെയുള്ള സ്റ്റോറേജ് മീഡിയംസ് എല്ലാം നോൺ വോളറ്റൈൽ സ്റ്റോറേജിന് എക്സാമ്പിൾ ആണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സിസ്റ്റം ക്രാഷുകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫെയിലിയർ ഉണ്ടായാലും ഈ നോൺ വോളറ്റൈലിനകത്തെ ഡേറ്റ ലോസ് ആയിട്ട് പോകുന്നില്ല. ഡിസ്ക് ഫെയിലിയർ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ മാത്രമാണ് നമ്മുടെ ഡിസ്കിനകത്തെ ഡേറ്റ ലോസ് ആയിട്ട് പോകുന്നത്. നമ്മുടെ നോൺ വോളറ്റൈലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് കുറവാണ്, സ്ലോവർ ആണ് വോളറ്റൈലിനെക്കാട്ടിലും. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ സ്ലോവർ ആണ്. ഇനി മൂന്നാമത്തെ കാറ്റഗറിയാണ് സ്റ്റേബിൾ സ്റ്റോറേജ് എന്ന് പറയുന്നത്. Information residing in stable storage is never lost. To implement stable storage,
we replicate the information in several non-volatile storage media with independent failure modes. Updates must be done with care to ensure that a failure during an update to stable storage does not cause a loss of information. Stable storage എന്ന് പറഞ്ഞാൽ നമ്മുടെ നോൺ വോളറ്റൈൽ സ്റ്റോറേജ് തന്നെയാണ്. നമ്മൾ പലതരത്തിലുള്ള നോൺ വോളറ്റൈൽ സ്റ്റോറേജ് മീഡിയത്തിനകത്ത് നമ്മുടെ ഡേറ്റാനെ പല കോപ്പീസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടായാലും നമുക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരേ ഡേറ്റയുടെ തന്നെ പല കോപ്പീസ് പല നോൺ വോളറ്റൈൽ സ്റ്റോറേജിനകത്ത് നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നു. അതുപോലെ തന്നെ ഈ ഡിസ്കിനകത്തോ അല്ലെങ്കിൽ നോൺ വോളറ്റൈലിനകത്തുള്ള അപ്ഡേറ്റുകൾ നമ്മൾ അതേ സമയം തന്നെ ഈ സ്റ്റേബിൾ സ്റ്റോറേജിനകത്തും അപ്ഡേറ്റ് ചെയ്യുന്നു. അതിനകത്തുള്ള ഡേറ്റകളൊന്നും ലോസ് ആവാതെ തന്നെ കറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള മെച്ചം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ നോൺ വോളറ്റൈൽ നമ്മുടെ ഒരു സിസ്റ്റവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഒരു ഡിസ്ക് ആണുള്ളതെന്ന് വിചാരിക്കുക. അപ്പൊ ആ ഡിസ്ക് ഫെയിലിയർ ആയി പോവുകയാണെങ്കിൽ ആ ഡിസ്കുമായിട്ട് നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റേബിൾ സ്റ്റോറേജിനകത്ത് ആ ഡിസ്കിനകത്ത് ഡേറ്റ ഉണ്ടാകും. അപ്പൊ എന്തെങ്കിലും ഫെയിലിയർ സംഭവിച്ചാലും നമുക്ക് ഈ സ്റ്റേബിൾ സ്റ്റോറേജിൽ നിന്നും റിക്കവർ ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ റെയ്ഡ് ഡിസ്ക് ഒക്കെ ഈ സ്റ്റേബിൾ സ്റ്റോറേജിന് ഒരു എക്സാമ്പിൾ ആണ്. റിഡൻഡന്റ് ആരേ ഓഫ് ഇൻഡിപെൻഡന്റ് ഡിസ്ക് എന്ന് പറയുന്ന റെയ്ഡ് ഒക്കെ ഈ സ്റ്റേബിൾ സ്റ്റോറേജിന് എക്സാമ്പിൾ ആണ്. അതായത് നമ്മൾ ഹാർഡ് ഡിസ്ക് കൂടാതെ അഡീഷണൽ ആയിട്ട് നമ്മുടെ ഡേറ്റയുടെ കോപ്പീസ് നമ്മൾ പല സ്ഥലത്തായിട്ടും കൂടെ സേവ് ചെയ്ത് വെക്കുന്നു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്. For a transaction to be durable, its changes need to be written to stable storage. Similarly, for a transaction to be atomic, log records need to be written to stable storage before any changes are made to the database on disk. Clearly, the degree to which a system ensures durability and atomicity depends on how stable its implementation of stable storage really is. അതായത് നമ്മുടെ ട്രാൻസാക്ഷന്റെ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള അറ്റോമിസിറ്റിയും ഡ്യൂറബിലിറ്റിയും എന്ന് പറയുന്ന ആ രണ്ട് ടേംസ് എൻഷുർ ചെയ്യണമെങ്കിൽ നമ്മൾ അതിനകത്ത് നമ്മുടെ ഡേറ്റാബേസിനകത്ത് യൂസ് ചെയ്യുന്ന ഡേറ്റ എന്ന് പറയുന്നത് എപ്പോഴും പെർമനന്റ് ആയിട്ട് തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണം. ഒരിക്കലും ലോസ് ആയി പോകാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റേബിൾ സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു ലോജിക്കൽ കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. സ്റ്റേബിൾ സ്റ്റോറേജിന്റെ ഇംപ്ലിമെന്റേഷൻ ആണ് ഇനി തന്നിരിക്കുന്നത്. To implement stable storage, we need to replicate the needed information in several non-volatile storage media with independent failure modes and to update the information in a controlled manner to ensure that failure during data transfer does not damage the needed information. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഒന്നിലധികം non-volatile storage media കൂട്ടിയിട്ട് നമ്മൾ stable storage ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അതിനകത്ത് നമ്മൾ ഡേറ്റയുടെ പല പല കോപ്പീസ് നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നു. അതുപോലെ തന്നെ ഈ നോൺ വോളറ്റൈലിനകത്ത് ഉണ്ടാകുന്ന അപ്ഡേറ്റുകൾ നമ്മൾ അതേ സമയം തന്നെ കൺകറന്റ് ആയിട്ട് ഈ സ്റ്റേബിൾ സ്റ്റോറേജിനകത്തും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ റെയ്ഡ് സിസ്റ്റത്തിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ റെയ്ഡ് എന്ന് പറഞ്ഞാലും റെയ്ഡ് നമ്മൾ സെക്യൂരിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ റിക്കവറിക്ക് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ഫയേഴ്സ്, ഫ്ലഡിങ് അല്ലെങ്കിൽ അതുപോലെ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുമ്പോൾ നമുക്ക് ആ റെയ്ഡ് കൊണ്ട് ബാക്കപ്പ് ചെയ്യാവുന്ന കാര്യം പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മൾ മാഗ്നറ്റിക് ടേപ്പ് യൂസ് ചെയ്യുകയാണെന്ന് പറഞ്ഞാലും നമുക്ക് എന്തെങ്കിലും ഡിസാസ്റ്റർ ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ മാഗ്നറ്റിക് ടേപ്പും ബാക്കപ്പിന് അത്ര സെക്യൂർ അല്ല. അതുകൊണ്ട് ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിമോട്ട് ബാക്കപ്പ് സിസ്റ്റം യൂസ് ചെയ്യുന്നുള്ളതാണ്. നമ്മുടെ ഡേറ്റാബേസിനകത്ത് ഡേറ്റ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്.